Assalamualaikum everyone, welcome to my channel. ഇന്ന് നമുക്ക് നല്ലൊരു മീൻതല യൂസ് ചെയ്തിട്ട് പച്ചമാങ്ങ ഫിഷ് കറി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ നല്ല സിമ്പിളാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഒരു ജാർ എടുക്കുക, ഒരു 1/4 മുറി തേങ്ങ എടുക്കുക, എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാൻ ഇവിടെ ഒരു 1.25 കപ്പാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ സമയം നമുക്കൊരു ഇഞ്ചിയുടെ പീസും ഒരു 6 ചെറിയുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ശേഷം എന്ത് ചെയ്യാം, നമുക്കൊരു മണ്ണിൻ്റെ ചട്ടി എടുക്കാം, അതിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മീനിന്റെ തലയും പച്ചമാങ്ങയൊക്കെ വേവേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം കേട്ടോ. ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്തു, അതുപോലെ ചതച്ച് വെച്ച് ഇഞ്ചിയും ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഒന്നുകൂടി തിളച്ചതെന്ന് കണ്ടാൽ നമുക്ക് സിമ്മിലാക്കിയിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. മസാലയൊക്കെ ഒന്ന് വെന്തും തോന്നിയാൽ നമുക്ക് പച്ചമാങ്ങ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ ഒരു 80% വെന്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചിലർ മീൻ വെന്തിട്ട് പച്ചമാങ്ങ ഇടുന്നവരുണ്ട്. അത് നമ്മുടെ മാങ്ങയ്ക്ക് അനുസരിച്ചിട്ടും മീനിനനുസരിച്ചും നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ചാൽ അടച്ചു വെച്ചു. ഈ സമയം നമ്മൾ ഒരു ഇഞ്ചി എടുത്തിട്ട് ചതയ്ക്കുക നന്നായിട്ട്, അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിയുക. ഇവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ ഉടയാത്ത വിധം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മീനെല്ലാം വേഗം വേവുന്നതുമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം വേവിക്കേണ്ട ആവശ്യമുള്ളൂ. നന്ന് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ഇഞ്ചിയും പച്ചമുളകും ലാസ്റ്റ് ഇടുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഈ മീൻ കറിക്ക് കിട്ടും. ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്, മീൻ കറി ആയിട്ടുണ്ട്. ഇനി വറവിടാൻ നമുക്കൊരു പാൻ എടുക്കാം. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ട് അത്യാവശ്യത്തിന് തന്നെ ഒരു 8-10 ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തു. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എന്തിനും ചേർക്കാം, പുട്ടിനാവട്ടെ, പൊറോട്ടയ്ക്കാവട്ടെ, ചോറിനാവട്ടെ, എല്ലാം ഇത് കഴിക്കാം കേട്ടോ. നിങ്ങളിങ്ങനെ മീൻ കറി വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.